എന്നിട്ട് എന്താ ഇപ്പം ഈ ഷിയാ ഫൈസിക്ക് പറയാനുള്ളത്? അയാൾ പറയുന്നത് സമസ്ത തീരുമാനം എടുത്തിട്ടുണ്ട് എന്നതാണ്. അതാണ് ഇപ്പം ആദ്യം പറഞ്ഞൊരു സംഭവം. അതിലേക്ക് അയാളൊന്ന് വന്നോട്ടെ എന്ന് ഞാൻ അതിലേക്ക് വരാം. 26 സമസ്ത 930 4ാം വാർഷികം മണ്ണാർക്കാട് വെച്ച് കൂടി. അന്ന് ഈ കെ ഉണ്ടായിട്ടില്ല, ഈ കെ ജീവിച്ചിരിക്കുന്ന കാരണം സൗരൊന്നും വന്നിട്ടില്ല. AP ജനിച്ചിട്ടില്ല. 95 കൊല്ലം മുമ്പാണതേ. 30 പറഞ്ഞാലേ 1930 പറഞ്ഞാൽ 95 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് നടന്ന യോഗത്തിൽ സമസ്ത പല പ്രമേയങ്ങളും അവതരിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട 4ാം സമ്മേളനത്തിലെ 4ാം പ്രമേയം, അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. മണ്ണാർക്കാട് വെച്ച സമസ്തയുടെ 4ാം സമ്മേളനത്തിലെ 4ാം നമ്പർ പ്രമേയം എന്ന് പറയുന്നത് ചോച്ചൂർ കൈക്കാർ, കൊറൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് കേവലം മാറാക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോട് കൂട്ടുകൂടലും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം വായിച്ചുണ്ടാക്കണോ നിങ്ങൾ? സമസ്ത മുൻകാലത്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് പിന്നെ സമസ്ത തിരുത്തിയിട്ടില്ല. അതിനപ്പുറമുള്ള കൂടി വായിച്ചാൽ അത് പൊളിയും. നേരത്തെ തൊയ്രുസ്താദിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന്റെ നേരെ അപ്പുറത്തുള്ള തീരുമാനം എന്താ? സ്ത്രീകൾക്ക് കയ്യെഴുത്ത്, അതുപോലെ വിദ്യാഭ്യാസം, ഇതൊന്നും പാടില്ല എന്ന തീരുമാനമാണ് അതിന്റെ നേരെ അപ്പുറത്ത്. ഇപ്പറഞ്ഞ ബുഖാരിന്റെ കീഴിൽ തന്നെ എത്ര പെണ്ണുങ്ങൾക്ക് സ്ഥാപനമുണ്ട്? സമസ്തന്റെ തീരുമാനത്തിന് പുല്ലുവില നൽകിയോ നിങ്ങൾ? അപ്പൊ ആ പ്രമേയത്തിന്റെ തൊട്ടപ്പുറത്തിന് അത് ഉണ്ടായപ്പോ ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ വില. പക്ഷെ യഥാർത്ഥ സമസ്തയുടെ ഉലമാ ആ അഭിപ്രായമല്ല ശരിയെന്നും കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ തങ്ങൾ മഹാനാണെന്നും പിന്നീട് എഴുതുകയും ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ സമസ്ത ആരുടെ സമസ്തയാണ്? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ സമസ്തയാണ്. ആ സമസ്തയുടെ മുശാവറ അംഗവും പാണക്കാട് തറവാട്ടിലെ കാരണവരുമായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അന്ന് കണ്ടില്ലേ നിങ്ങൾ? 2018 കൊണ്ടോട്ടിത്തങ്ങൾ എന്ന പേരിൽ ഈ പുസ്തകം രചിക്കപ്പെടുകയാണ്. ഖാജാ ഷെയ്ഖ് മുഹമ്മദ് ഷാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെയും പിൻഗാമികളുടെയും ജീവചരിത്രം. ഇതിന്റെ ആമുഖം എഴുതുന്നത് ആരാ? ഒന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാടാണ്. അന്നത്തെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ്. നിങ്ങൾക്കാരെ സമസ്ത എന്ന് പറഞ്ഞു കൂട്ടരെ? നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇ.കെ. ഉസ്താദല്ലേ അന്ന് സെക്രട്ടറി. മൂപ്പര് പറഞ്ഞു നിങ്ങൾ സുന്നന്നല്ലാന്നാ. അതിലേക്കാൻ വരുന്നുണ്ട്. അകളിപ്പം എന്താ കേൾക്കണം കേട്ടോ, അതിനൊന്നും ഒഴിവില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ബഹ ചെയ്യണ്ട. അന്നത്തെ യഥാർത്ഥ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന തങ്ങളെ എഴുതുക ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ വിശുദ്ധമായ ജീവിതവും തങ്ങളിൽ നിന്ന് ദൃശ്യമായ ധാരാളം കറാമത്തുകളും കാരണമാണ് അക്കാലത്ത് ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ ധാരാളമായി ശൈഖവറുകളുടെ അനുയായികളും മുരീദുമാരുമായതെന്ന സമർത്ഥനവും പ്രസക്തമാണ്. അപ്പൊ എന്താ എഴുതിയത്? വിശുദ്ധമായ ജീവിതവും തങ്ങളിൽ നിന്ന് ദൃശ്യമായ ധാരാളം കറാമത്തുകളും. ഹൈദരിൽ തങ്ങൾ അതിന് രേഖ പറയാണ്, കേട്ടോളൂ. ശൈഖവറുകളുടെ സന്താന പരമ്പരയിൽ പല മശായിഖന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പ്രധാനികളായിരുന്നു പവിത്രമായ ജീവിതം നയിച്ച ഇസ്തിഖാഹ് ഷാ തങ്ങളും റഹ്മാൻ ഷാ തങ്ങളുമൊക്കെ.
എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇഷ്തിയാഖ് ഷാ തങ്ങളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും മഹാനവറുകളിൽ നിന്നുണ്ടായ കറാമത്തുകളും മഹാകവി മോയിൻകുട്ടി വൈദ്യർ തൻ്റെ കറാമത്ത് മാല എന്ന കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഹൈദരി തങ്ങൾക്കറിയാം മോയിൻകുട്ടി വൈദ്യർ ഒരു മാല ഉണ്ടാക്കിയാൽ അത് രേഖയാണ് എന്ന്. ഇപ്പൊ കുറച്ച് ആളുകൾ വന്നിട്ട് മൂപ്പര് ചെറുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്, നീ എപ്പോഴാ അങ്ങക്ക് ഉണ്ടാക്കേണ്ടി? തന്തായിൻ്റെ ശോ ഉണ്ടാക്കിയത് ആധികാരികമാണോ? അതാരുണ്ടാക്കിയത്? അതാണ് അതിൻ്റെ തെളിവായിട്ട് തന്നെ ആര് പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇനി കേട്ടോ, പ്രൊഫസർ കെ ആലിക്കുട്ടി മൈലിയർ, അന്ന് മൂപ്പർക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഇന്നുമില്ല, ഇന്ന് മൂപ്പർക്ക് എന്താ കുഴപ്പം? ബൽക്ക് കണ്ണിയത്ത് ഉസ്താദിന് അത്തും പിത്തും തന്ന ടീമല്ലേ ഇവര്. അക്കോലത്തിൽ ബൽക്ക് പറ്റാത്തവരൊക്കെ ബൽ അതാക്കും. യഥാർത്ഥത്തിൽ അത് ഇവർക്കുള്ളത്, അതല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ. ആലിക്കുട്ടിയിലെന്ത് എഴുതിയത്? പണ്ഡിതന്മാർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അനുകൂല പ്രതികൂല ഫത്വകളും ആധുനിക ചരിത്രകന്മാരുടെ വിലയിരുത്തലുകളും ഉൾപ്പെടെയുള്ള അനവധി പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം ചരിത്രാവരണം നടത്തിയത് കൊണ്ടോട്ടി തങ്ങളെന്ന വലിയ വ്യക്തിത്വത്തെ നിഷ്പക്ഷമായി വിലയിരുത്താൻ കളമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവ നേരത്തെ ഉള്ള അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞു കേട്ട് വരണ്ട. സമസ്തന്റെ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ വ്യാജ സമസ്തക്കെന്തിൽ കാര്യം, പൊന്നുരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. അവരെ കേന്ദ്രീകരിച്ച് പ്രചരിക്കുന്ന വിവാദങ്ങൾ സമചിത്തതയോടെ അല്ലാതെ വിലയിരുത്തുന്നതും വിശദമായ അന്വേഷണങ്ങൾക്ക് മുതിരാതെ പക്ഷം പിടിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. സമസ്ത സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പ്രസ്താവന. ഇനി അടുത്ത് കേട്ടോ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ. എൻ്റെ അറിവിൽ നിങ്ങളെ ആ എടുത്ത സമസ്തന്റെ തീരുമാനം 2 വരിയാണെങ്കിൽ അത്രയും വരികൾ ഇവിടെ ഔദ്യോഗിക സമസ്ത എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഏതാ ഞാൻ വായിച്ചതാ. എൻ്റെ അറിവിൽ ബാബ ഫരീദ് ഔലിയക്ക് ശേഷം തുല്യതയില്ലാത്ത വലിയവറുകളായിരുന്നു ഹാജാ ശൈഖ് മുഹമ്മദ് ഷാ തങ്ങൾ. ആധ്യാത്മിക രംഗത്ത് വളരെ ഉയർന്ന പദവികൾ എത്തിയ ഫക്കീർ മുഹമ്മദ് ഷാ തങ്ങളുടെ മഹൽ ജീവിതവും അവരിൽ നിന്നും ദൃശ്യമായ അനവധി അത്ഭുത സിദ്ധികളും മഹാനവറുകളിലേക്ക് എണ്ണമറ്റ വിശ്വാസികളെ ആകർഷിക്കുകയും ധാരാളം അവിശ്വാസികളെ ദീനിനോട് അടുപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇത് പ്രകാശനം ചെയ്തത് ആരാ അറിയോ? ഹൈദർ അലി ശിഹാബ് തങ്ങൾ കൊണ്ടോട്ടിയിൽ വന്ന് ഔദ്യോഗികമായി പ്രകാശനം ചെയ്ത സാധനമാണ്. ഈ മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്ന് പറയണ്ട. സയ്യിദ് നാസർ അഹയ്യ തങ്ങൾ എഴുതുന്നുണ്ട്, ഈ ഘട്ടത്തിൽ മറ്റു പല മശായിഖന്മാർക്കും ഉണ്ടായതുപോലെയുള്ള വിമർശനങ്ങൾ ഫക്കീർ മുഹമ്മദ് ഷാ തങ്ങൾക്ക് നേരെയും ഉയർന്നു വന്നു. എന്നാൽ മഹാനവറുകൾ സ്വന്തം ജീവിതം കൊണ്ടായിരുന്നു അവർക്ക് മറുപടി നൽകിയത്. ശൈഖവറുകളെ അടുത്തറിഞ്ഞ സമകാലികരും പിൻഗാമികളുമായ മഹാപണ്ഡിതന്മാരും സൂഫി വര്യന്മാരും ഇത്തരം വിമർശനങ്ങളിലെ അർത്ഥശൂന്യത വ്യക്തമാക്കിയിട്ടുണ്ട്. സമസ്ത സെക്രട്ടറി ആ പ്രകാശനം ചെയ്ത് വൈസ് പ്രസിഡന്റ് എഴുതിയതോ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും എല്ലാവരും കൂടി കഴിഞ്ഞ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട്. മഹാനരായ പിന്നെ കൊണ്ടോട്ടി ശൈഖവറുകളെ അംഗീകരിച്ചിരുന്ന മഹാന്മാർ. അതിലൊന്ന് വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരെ സംഭവമല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് ആദരിച്ചു എന്ന സംഭവം. മറ്റൊന്ന് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. പിരിച്ചു വിട്ടു പോയിക്കോളി ചങ്ങായിമാരെ നിങ്ങളെ കഥ. അത് കണ്ട ധാരാളം ആളുകൾ ഇന്നുണ്ട് എന്നാ പറഞ്ഞ്. പ്രഗത്ഭ പണ്ഡിതനും ദീർഘകാല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് ഷാ തങ്ങളെ അംഗീകരിക്കുന്നവരും കുബ്ബ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തവരുമാണ്. അതാ ശംസുൽ ഉലമ. വേങ്ങര കോയപ്പാപ്പ തങ്ങളെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കിയപ്പോ അവിടെ പോയി താജുൽ ഉലമ, താജുൽ ഔലിയാഹ് എന്ന് പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ. ശംസുൽ ഉലമന്റെ പേരയിൽ വരികയാണല്ലോ. പിന്നെ കാണാം കെ സ്വതക്കത്തുള്ള ഉസ്താദ്, അതിലേക്കാൻ വരാം. പിന്നെ എം ബഷീർ മുസ്ലിയാർ, ടി.കെ.എം. ബാബ മുസ്ലിയാർ, ആമയൂര് മുഹമ്മദ് മുസ്ലിയാർ,
അതിൻ്റെ ഇടയിൽ ഔലിയാക്കളി എണ്ണുന്നുണ്ട്. തൃപ്പനച്ചി ഉസ്താദ്, കണ്ണിയാല ഉസ്താദ്, ഇങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇനി ആരാ വരണ്ടി? ഇനി എന്താ എഴുതേണ്ടത്? ഇനി ആ പഴയ തുണ്ടം വായിച്ച് നിന്നിട്ട് കാര്യമുണ്ടോ? അതിവിടെ ബാത്തിലാക്കിയില്ലേ? എന്താ കാരണം? കാലഘട്ടത്തിൽ ഔലിയാക്കന്മാർ പറഞ്ഞു കൊടുത്തു, ഇതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ ആർക്ക് എന്ത് പറയാൻ കഴിയും? ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ സമസ്തയുടെ വർത്താനവും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതിൻ്റെ ഇടയിലല്ലേ നജീബ് മൗലവി ഇപ്പോ പൊട്ടിച്ചല്ലോ വിഷയം. നജീബ് മൗലവി ഇപ്പൊ പറഞ്ഞല്ലോ, അവിടെ പ്രധാനമായിട്ട് പോയ ആളായിരുന്നു സ്വതക്കത്തുള്ള ഉസ്താദ്. അതൊന്ന് പറയട്ടെ മൂപ്പര്, എന്നിട്ട് ഞങ്ങളെ പരമ്പര ഒന്ന് കാണിച്ചുതരാം. അവക്ക് സംബന്ധിച്ചിടത്തോളം ശൈഖുന അവർകൾ തീർത്തും അവിടെ ഒരു യോഗം ഉണ്ടായിരുന്നു. നമുക്ക് ആ യോഗം ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയിലുണ്ടായിരുന്ന യോഗം കേരള സംസ്ഥാന ജമിയത്തുമായുള്ള ഒരു പ്രചാരണ യോഗമായിരുന്നു. അത് സംഘടിപ്പിച്ചത് AT തങ്ങളായിരുന്നു. കൊണ്ടോട്ടി അരീക്കോട്ട് തക്കിയവർ തങ്ങൾ അവിടെ ചികിത്സിക്കുന്ന തങ്ങൾ. അപ്പം ആ യോഗത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങൾ അവർകൾ പറഞ്ഞ് KPK തങ്ങളെ ഉദ്ഘാടകനാക്കി നിശ്ചയിക്കണം. നമ്മളെ ആദ്യരെ പല്ലളിക്കൽ പഴയ കാതി KPK തങ്ങളുടെ ശൈഖുനാടി ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കണം, എന്നവിടെ യോഗം നടത്താം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ ശൈഖുനെ കത്ത് ചെയ്തു. ആ കത്ത് കൊടുത്തിട്ട് മൂപ്പര് ഉദ്ഘാടകനായി വന്നു. എനിക്കറിയാം മൂപ്പര് വന്നത്, ഞാൻ പ്രസംഗിച്ചോ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കത്തുകൊണ്ടെന്ന് കൊടുത്തേ. അപ്പോൾ KPK തങ്ങളവർകൾ ഉദ്ഘാടനം ചെയ്ത് കേരള സംസ്ഥാന ജമിയത്തുമായിട്ട് പ്രചാരണ യോഗം നടത്തിയപ്പോൾ ആദ്യമായി തക്കിയക്കൽ കുബ്ബക്കൽ സിയാറത്ത് ചെയ്ത് കണ്ടാണ് ആ യോഗത്തിലേക്ക് വന്നത്. അതവരതിൻ്റെ സംഘാടകരും മറ്റൊക്കെയാണ്. അപ്പോൾ ഒരു വർജിക്കപ്പെടുന്ന തരത്തിൽ തീർത്തും വർജിക്കണമെന്ന നിലക്കുള്ള ഒരു നിലപാടല്ല ശൈഖുനെ സംബന്ധിച്ചിടത്തോളം. അവിടെ എത്തിയപ്പോൾ സിയാറത്ത് ചെയ്തു, അല്ലാതെ അതിൻ്റെ മുമ്പോ ബിംബോ പോയതായിട്ട് ഞാൻ അറിയില്ല. അവിടെ യോഗത്തിന് ഒരു സിയാറത്ത് വേണ്ടി വന്നിട്ടാണ് നടത്തിയത്. അപ്പം ഈ രീതിയിൽ വരുമ്പോൾ ശൈഖുന അവറുകളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് പറഞ്ഞാൽ ആ വിവാദങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ടും രണ്ട് ഭാഗത്തും പണ്ഡിതന്മാർ നിലനിന്നിട്ടുള്ളത് കൊണ്ടും പണ്ഡിതന്മാരുടെ നിരകൾ രണ്ട് ഭാഗത്തും. അപ്പൊ എന്തായിരുന്നു കിട്ടിയ? ശൈഖുനാന്ന് മുമ്പ് പറയുന്നത് സ്വതക്കത്തുള്ള ഉസ്താദിനെ സംബന്ധിച്ചാണ്. സ്വതക്കത്തുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സമസ്തയുടെ മുൻകാല പ്രസിഡന്റുമാരിൽ ഒരാൾ. സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് മൂപ്പര് പിന്നെ സംസ്ഥാന ജമിയത്തുൽ ഉലമന്റെ അധ്യക്ഷനാകുന്നത്. അതിൻ്റെയൊക്കെ പുറമെ നിങ്ങളെ പരമ്പര ഒന്ന് നോക്കി. AP അബൂബക്കർ മുസ്ലിയാരെ പരമ്പര എടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരെയും ചെന്നെത്തുന്നത് എങ്ങോട്ടാ? OK ഉസ്താദ് അല്ലേ? OK ഉസ്താദിൻ്റെ ഒരു ഉസ്താദ് EK ഉസ്താദ് നമ്മൾ പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ സുന്നന്നല്ല പോണ്ടേ പോട്ടെ. നീ പാകണ്ടായിൻ്റെ വേറൊരു പരമ്പരയിലൂടെ പോയാൽ എന്നെയ്തു. അപ്പോൾ OK ഉസ്താദിൻ്റെ നേരെ ഉസ്താദുമാരിൽ വരുന്ന ആളാണ് സ്വതക്കത്തുള്ള ഉസ്താദ്. ഞാൻ OK ഉസ്താദിൻ്റെ അവസാന സമയങ്ങളിൽ അവരെ പള്ളിയിൽ ഇമാമായി നിന്നപ്പോൾ ഒറ്റക്ക് അസറിന് ശേഷമൊക്കെ അവരെ കൂടെ പോയിരിക്കും. അന്ന് സ്വതക്കത്തുള്ള ഉസ്താദിൻ്റെയൊക്കെ മഹത്വം പറഞ്ഞുതരും. അവരെ ഉസ്താദാണല്ലോ. ആ സ്വതക്കത്തുള്ള ഉസ്താദ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നജീബ് മൗലവിയും കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. പിന്നെങ്ങനെ സിയാർത്ത് ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ ഏതായാലും സിയാർത്ത് ചെയ്തിന്. ഒരു കാര്യം ഉറപ്പായില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ പഴച്ച ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇയാൾ പറഞ്ഞ്? ഒന്നുമല്ല, അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് പഴച്ച ത്വരീഖത്ത്. ഏറ്റവും ശല്യം അവരാണ് എന്നാ. അപ്പൊ ഈ പഴച്ച ത്വരീഖത്തുകളിൽ ഷിയാ വിഭാഗത്തിലെ കുഫറിന്റെ അഹ്ലായ ബോറകളിൽപ്പെട്ട ആളാണ് എങ്കിൽ നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സ്വതക്കത്തുള്ള ഉസ്താദ് എങ്ങനെ കൊണ്ടോട്ടിയിൽ വന്ന് സിയാറത്ത് ചെയ്തു? കൊണ്ടോട്ടിയിലെ കുബ്ബ സിയാറത്ത് ചെയ്തതോടെ സ്വതക്കത്തുള്ള ഉസ്താദ് ഷിയയായോ? ബോറയായോ? ബോറ മൗലവി. അത് തൊയ്യറിനോട് എത്തിബാ ചെയ്തതാട്ടോ, തൊയ്യർ ഉസ്താദിനോട്. ഷിയയായോ? എന്താ ആയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരമ്പരപ്പേടെ എത്തിയത് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അടുത്തത് KK സ്വതക്കത്തുള്ള ഉസ്താദ്. മൂപ്പര് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പരമ്പര മുറിഞ്ഞോ? പിരിച്ചു വിട്ട് പൊയ്ക്കോളി, വല്ല പൂള കുത്താനും പൊയ്ക്കോളി എന്നതാ ഞങ്ങളോട് പറഞ്ഞേ. എന്ത് പരമ്പര ഞങ്ങൾക്കുള്ളത്? സ്വതക്കത്തുള്ള ഉസ്താദിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് പരമ്പര പറയാൻ കഴിയോ? പിന്നെ EK ഉസ്താദിനോട് പിന്നെന്തായാലും തള്ളി നേരങ്ങൾ ഉന്നിയല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. എവിടെ എത്തി നിങ്ങളുടെ അവസ്ഥ? അപ്പോ പഴയ കാലത്തെ സമസ്തയുടെ തീരുമാനം എന്ന് പറഞ്ഞ് നടക്കണ്ട. അത് ഇത്രേ ഉള്ളൂ.
സ്ത്രീകൾക്ക് എഴുത്തും വായനയൊന്നും പഠിപ്പിക്കരുത് എന്ന് നിങ്ങളൊരു കാലത്ത് പഠിപ്പിച്ചിരുന്നു ഇവിടെ. ആ ടീം തന്നെ പിന്നീട് ആ പ്രമേയം തിരുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം നിങ്ങളൊന്ന് പറയുന്ന ആ പെണ്ണിനെ എഴുത്തുമാനിയും പഠിപ്പിക്കരുത്, എഴുത്തുമാനി ഓല് നിങ്ങൾക്ക് പഠിപ്പിക്കും. പെണ്ണുങ്ങളോടെ എഴുത്തുമാനിയും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ ഓല് നിങ്ങൾക്ക് പഠിപ്പിക്കും. അതാ കാലം. മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ ഈ വിഷയം വന്ന് പറയാൻ പാടുണ്ടോ? അപ്പോൾ ഫലത്തിൽ നിങ്ങൾ തിരുത്തിയത് ഇതുപോലെ അതിൻ്റെ ഒപ്പമുള്ളതാണുള്ളത്, അതിൻ്റെ മുജാവറത്ത് കൊണ്ടാണുള്ള ഇതിന് ഹുക്മ് വരിക. അപ്പൊ ഇതിവിടെ എന്ത് ചെയ്തു? EK ഉസ്താദ് സിയാറത്ത് ചെയ്തു, സാക്ഷികൾ ഇന്നുമുണ്ട്. KK സദഖത്തുള്ള ഉസ്താദ് സിയാറത്ത് ചെയ്തെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി നിങ്ങളെ സമസ്തന്റെ തീരുമാനം ഉണ്ട് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? അപ്പൊ അത്